ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു മാഫിയ തലവൻ ഡി മണിയെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. ദിണ്ടിഗൽ സ്വദേശി ബാലമുരുകനാണ് ഡി മണിയെന്ന് SIT സ്ഥിരീകരിച്ചു. താൻ വജ്രവ്യാപാരി എന്നാണ് മണിയുടെ മൊഴി. ഡി മണിയും സംഘവും കേരളത്തിൽ 1000 കോടി രൂപയുടെ പുരാവസ്തു വിഗ്രഹ ഇടപാടിൽ ലക്ഷ്യമിട്ടെന്ന് പ്രവാസി വ്യവസായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. സ്വർണം ഉരുക്കിയെടുക്കുന്നതിനേക്കാൾ വലിയ വിഗ്രഹക്കടത്ത് ശബരിമലയിലും അനുബന്ധ ക്ഷേത്രങ്ങളിലും നടന്നുവെന്നായിരുന്നു രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച മലയാളിയായ പ്രവാസി വ്യവസായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. 2019-2020 കാലങ്ങളിലായി 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് വിറ്റുവെന്നും ഡി മണി എന്ന പേരിൽ അറിയപ്പെടുന്ന ചെന്നൈക്കാരനാണ് വിഗ്രഹങ്ങൾ വാങ്ങിയതെന്നും മൊഴി നൽകിയിരുന്നു. പിന്നാലെയാണ് ചെന്നൈ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ഡി മണി ആരാണെന്ന് കണ്ടെത്തിയത്. ഇയാൾ ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനാണെന്നും വജ്രവ്യാപാരം നടത്തുന്നതിനാണ് ഡയമണ്ട് മണി എന്ന പേര് വന്നതെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഡി മണിയും സംഘവും കേരളത്തിൽ ലക്ഷ്യമിട്ടത് 1000 കോടിയുടെ പുരാവസ്തു വിഗ്രഹ ഇടപാടാണെന്നും പ്രവാസി വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. ശബരിമല കൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കണ്ണുവച്ചെങ്കിലും ഇടപാട് മുടങ്ങി. വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ ലേലം ചെയ്യാൻ നീക്കം നടത്തിയെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. കേരളത്തിൽ വാസു പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ മുഴുവൻ ലേലം ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് അതിനെ ഏറ്റവും ശക്തമായി ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ സഭയ്ക്കകത്തും പുറത്തും എതിർത്തു. അന്ന് ഞാൻ എതിർത്തില്ലായിരുന്നെങ്കിൽ ഇത് മുഴുവൻ അടിച്ചുപോയേനെ. അന്ന് തുടങ്ങിയതാണ് ഇവരുടെ കണ്ണ് ഈ സാധനങ്ങളിൽ. അതേസമയം ഇന്നും ജയിലിലെത്തിയ അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷ് കുമാറിനെയും ചോദ്യം ചെയ്തു. സംസ്ഥാനത്തിന് പുറത്തു നടക്കുന്ന നിർണായക നീക്കത്തിനിടെയാണ് അന്വേഷണ സംഘത്തലവൻ SP ശശിധരൻ നേരിട്ടെത്തി ചോദ്യം ചെയ്തത്. കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരെ നാളെ ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.